നേമത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ തുറന്ന സംവാദത്തിന് വെല്ലുവിളിച്ച LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി. താൻ മണ്ഡലത്തിൽ വികസന പ്രവർത്തനം നടത്തിയില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിന് വേണ്ടിയും തിരുവനന്തപുരത്തിന് വേണ്ടിയും നേമത്തിന് വേണ്ടിയും എന്താണ് ചെയ്തതെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കണമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. നേമം മണ്ഡലത്തിനായുള്ള മാനിഫെസ്റ്റോ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ശിവൻകുട്ടിയുടെ പ്രതികരണം. ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നേമമണ്ഡലത്തിൽ നടന്നത് സമാനതകളില്ലാത്ത വികസനമാണ്. അദ്ദേഹം പറയുന്നത് ഒരു വികസനവും നടന്നിട്ടില്ല എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ ഈ കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓപ്പൺ ഡിബേറ്റിൽ വെല്ലുവിളിക്കും. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്ര നൈപുണ്യ വികസന സഹമന്ത്രി ആയിരുന്നപ്പോൾ ചെയ്തത് നമ്മൾ കൂട്ടിയാൽ രാജീവ് ചന്ദ്രശേഖരന് കിട്ടുന്ന മാർക്ക് 0, വെട്ട 0-ആണ്. രാവിലെ കൊണ്ട് ഉച്ചവരെ ഞാൻ തയ്യാറാണ്. ഞാൻ പൂജപ്പല സ്ഥലവും നിർദ്ദേശിക്കുന്നു. MG പ്രതീഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ. പ്രതീഷ്, ഇരുവരുടെയും ഒരു സംവാദ പോര് കാണാൻ കഴിയുമോ? ശ്രുതി, നേമം മണ്ഡലത്തിൽ CPIM-ഉം BJP-യും പരസ്പര പോരിലേക്ക് ഇറങ്ങുകയാണ്. അത്തരത്തിൽ ഉള്ള ഒരു സംവാദം അത് ഇനി നടക്കുമോ എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. നേരത്തെ തന്നെ BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെ സംവാദത്തിന് വി ശിവൻകുട്ടി ക്ഷണിച്ചിരുന്നു. പിന്നാലെ ഈ സംവാദത്തിന് തയ്യാറാണെന്ന് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചതോടുകൂടിയാണ് സ്വയം തീയതി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചത്. രാജീവ് ചന്ദ്രശേഖർ സമയവും തീയതിയും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ താനൊരു തീയതി നിശ്ചയിക്കുകയാണ്. ഈ വരുന്ന 29-ാം തീയതി രാവിലെ മുതൽ ഉച്ചവരെ പരസ്യ സംവാദത്തിന് താൻ തയ്യാറാണ്. പൂജപ്പുരയിൽ വെച്ച് ഇത്തരത്തിലൊരു സംവാദം നടത്താമെന്ന് കൂടി ശിവൻകുട്ടി പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ തീയതിയോ സമയമോ രാജീവ് ചന്ദ്രശേഖറിന് പറ്റുന്നില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന സമയത്ത് രാഷ്ട്രീയ സംവാദത്തിന് തയ്യാറാണ് എന്നതാണ് വി ശിവൻകുട്ടിയുടെ വെല്ലുവിളി. ഒപ്പം ഗുരുതരമായ ആരോപണങ്ങളാണ് വി ശിവൻകുട്ടി രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉയർത്തുന്നത്. നേമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ പണമൊഴുക്കുകയാണ്. ഈ വോട്ടർമാരെ അടക്കം പണം നൽകി സ്വാധീനിക്കാനുള്ള ഒരു ശ്രമമാണ് BJP സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പണമൊഴുക്ക് നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക ഒരു നിരീക്ഷകനെ ചുമതലപ്പെടുത്തണം എന്ന് ശിവൻകുട്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഈ നേമം മണ്ഡലത്തിലെ മാനിഫെസ്റ്റോ കൂടി ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയ്ക്കും കൂടുതൽ ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തും എന്നതാണ് നിലവിൽ LDF സ്ഥാനാർത്ഥിയുടെ വാഗ്ദാനം. എന്തായാലും നേമത്ത് വളരെ ശക്തമായ ഒരു പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം ഈ UDF അവിടെ BJP-യുമായി ചേർന്ന് ഡീൽ നടത്തുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. ഈ BJP-ക്ക് അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചത് UDF ആണ്. മുൻകാല കണക്കുകൾ, തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകുമെന്ന് കൂടി ശിവൻകുട്ടി പറയുന്നുണ്ട്. എന്തായാലും പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുന്നു. അത് ഇനി എന്ന് നടക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വ്യക്തമാണ്. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.